നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്റ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. പല ബാങ്കുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് പല ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറയുന്ന ആപ്പ്. നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ബാങ്കിലും ഇന്ത്യൻ റിസർവ് ബാങ്ക് തരുന്ന പൂർണ്ണമായ സുരക്ഷിതത്വത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ മികച്ച റേറ്റ്, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുമുള്ള ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ. സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. ഇവർ സാധാരണക്കാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ പല ബാങ്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് തരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അതാത് ബാങ്കിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിനായിട്ട് അതിലെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിസൺ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടെത്താനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് മൊബൈൽ നമ്പർ വേണം, ആധാർ കാർഡ്, പാൻ കാർഡ് വേണം. ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടാണ്. അതായത് 25,000 രൂപയുടെ ഒരു FD ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ 895 രൂപ പലിശയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കൂടാതെ കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം ഇതിലുണ്ട്. ഇതിലിപ്പോൾ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് 9.1% വരെ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഉത്കർഷ് ഫിനാൻസ് ബാങ്കാണ് അത് തരുന്നത്. അതുപോലെ ശ്രീറാം ഫിനാൻസിൻ്റെ കമ്പനി FDയിൽ 8.87 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുപോലെ ബജാജ് ഫിനാൻസ് 8.6%, ശിവാലിക്ക് 8.3%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.9% ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. ഇതെല്ലാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇനിയും കുറഞ്ഞും ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 100% സേഫും സെക്യൂറുമായിട്ടുള്ളൊരു FD എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ്. അതിനായിട്ട് ISO സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണിത്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ 5 ലക്ഷം രൂപയുടെ ഒരു സെക്യൂരിറ്റി ഈ ഇതിലുള്ള FDകൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ സാധാരണ ബാങ്കിൽ തന്നെയാണ് ഇതിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അതായത് ഇത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ലോക്കിനില്ലാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. നിങ്ങൾക്ക് ഇതിൽ 200ഓളം ബാങ്കുകളിലുള്ള പലതരം FDകൾ, സീനിയർ സിറ്റിസൻസിൻ്റെയും അല്ലാതെയുമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മൊത്തത്തിലുള്ള FD ഓഫറിങ്സ് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ കാലത്തേക്ക് ഏതൊക്കെ FDകളാണുള്ളത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പബ്ലിക് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒക്കെ നിങ്ങൾക്കിവിടെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കാലത്തേക്കാണ്, ഏത് ബാങ്കാണ്, പല ഡ്യൂറേഷനിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു എക്സാമ്പിളിനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 780 ദിവസത്തേക്ക് 8.61, സീനിയർ സിറ്റിസന് 9.21. അതുപോലെ പല ഡ്യൂറേഷന് അങ്ങനെയുണ്ട്. അതുപോലെ ടാക്സ് സേവിങ് FDകൾ 8.6% ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫിൻകെയർ ബാങ്കിലാണെന്നുണ്ടെങ്കിൽ 38,259 രൂപ പലിശ കിട്ടും. അതുപോലെ അതേസമയം SBIയിൽ അതിലും താഴ്ന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാൽക്കുലേറ്റ് മൈ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ ബാങ്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇതിലും കാണിക്കാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ്, പരിരക്ഷ, അതുപോലെ മെച്യൂരിറ്റി ബെനിഫിറ്റിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിലേക്ക് വരുന്നത്, അങ്ങനെ എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു 750 ദിവസത്തെ 8.61% ഇൻട്രസ്റ്റ് റേറ്റുള്ളൊരു ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ 25,000 രൂപ ഇതിലേക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. 25,000 രൂപയ്ക്ക് 8.61, സാധാരണ ആളായതുകൊണ്ട് 8.61, സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 9.21 ലഭിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് 29,782 രൂപയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൺഫേം ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്,
അതുപോലെ നമ്മളുടെ മറ്റുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ വെച്ചുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതാത് ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾക്ക് തിരികെ ഡെപ്പോസിറ്റ് റിസീപ്റ്റ് അടക്കം നമുക്ക് തിരികെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ ശിവാലിക് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ശിവാലിക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്നാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഒരു SB മറ്റുള്ള അക്കൗണ്ടുകളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട എന്നുള്ള ഗുണമുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ 25,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെപ്പോസിറ്റ് റെസിറ്റാണ് കാണുന്നത്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അവിടെ FD മാത്രമേ ഉള്ളൂ, SB അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളത് മറ്റൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഏത് ബാങ്കിന് വേണമെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഗുണവും കൂടെ ഇതിൽ ഉണ്ട്. നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നും ഏറ്റവും മികച്ച റേറ്റുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതും 100% RBIയുടെ സുരക്ഷിതത്വത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയോടുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം.